ഇപ്പോൾ പാരഡി വിവാദം കത്തിക്കാളി നിൽക്കുന്ന സമയമാണ്. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിൽ സർക്കാർ യു ടേൺ അടിക്കുന്നു എന്നുള്ളതാണ്. കേസുകളൊന്നും എടുക്കേണ്ടതാണ് തീരുമാനം. ഇന്നലെ നടന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ അതൊക്കെ പോയി. വിനാശകാലെ വിപരീത ബുദ്ധി എന്നായിരുന്നു കേസെടുത്തിനെ കുറിച്ച് പലരും ചൂണ്ടിക്കാട്ടിയിരുന്ന ആക്ഷേപം. ഇപ്പൊ ഏതായാലും നല്ല ബുദ്ധി ഉദിക്കുകയാണോ? കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഫ്ലാഷ് ബാക്ക്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് UDF-കാർ ഒരു പ്രചരണ ഗാനം ഇറക്കി. ഗാനം വളരെ പെട്ടെന്ന് ഹിറ്റായി. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ കനവൂറ്റിയേ. അങ്ങനെ ഈ വകുപ്പിൽ കേസ് എടുത്തിരിക്കുകയാണ് ഇപ്പോ ഈ പോറ്റിയെ കേറ്റിയെ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ട്. കൊള്ളുന്നതിന്റെ കാരണം ഇതാണ്, കളമടച്ചവർക്ക് സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാവുന്നു. മാത്രമല്ല ഇത് ആളുകൾ അറിയുന്നതിനുള്ള പ്രയാസം. താൻ ഓരോന്നും ചെയ്തോണ്ടിരിക്കും. ഞാൻ എന്തോന്ന് ചെയ്തു? താനൊന്നും ചെയ്യാഞ്ഞിട്ടാണോ? വാസു ആരായിരുന്നു? പ്രശാന്ത് ആരായിരുന്നു? സഖാവ് പത്മകുമാർ എന്താണ് ചെയ്തത്? പട്ടാപ്പകൽ ഈ സ്വർണം അഴിച്ചുകൊണ്ട് പോയതാരാണ്? സ്വർണം ചെമ്പാക്കി മാറ്റിയതാരാണ്? രേഖകൾ കൃത്രിമം നടത്തിയതാരാണ് എന്നൊക്കെ ഇപ്പൊ എല്ലാ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര മനപ്രയാസമുണ്ട്. സ്വർണം കക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്, അതല്ലാതെ കട്ടയിനെ കുറിച്ച് പാട്ട് എഴുതുന്ന കുറ്റമില്ല. അങ്ങനെ കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. സ്വർണം കട്ടവൻ ആരപ്പാ. രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ പൂവും കായും. ശബരിമല വിഷയമൊന്നും അല്ലെന്ന്. ശബരിമല വിഷയത്തിൽ നമ്മൾ തന്നെ ചെയ്തു. എനിക്കൊന്നും അറിഞ്ഞൂടാ. സഖാക്കളാണ് അയ്യപ്പ. ശബരിമല പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ടാകും. ശബരിമല പ്രശ്നത്തിൽ എന്താ ഇടതുപക്ഷം ചെയ്ത തെറ്റ്? എന്താ തെറ്റ് ചെയ്തത്? അത്രക്കായോ? എന്നാ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ബാക്കി കാര്യം. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. അത് ഇൻസ്റ്റന്റിനിയസ് ഹിറ്റാണ്. ഈ ഒരു ഒറ്റ പാരഡിയാണ് തോൽവിക്ക് കാരണം എന്നുള്ള അവസാന നിഗമനത്തിലേക്ക് പ്രസ്ഥാനം എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു പാട്ടുകൊണ്ടാണ് ഇലക്ഷൻ ജയിക്കുന്നത്. കേട്ടവർ അത് ഹൃദയസ്ഥമാക്കി. കേട്ടവരും അത് പാടിക്കൊണ്ട് നടന്നു. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. ആവർത്തിച്ച് പാടി ആ പാട്ടിനെ ഒരാഗോള ഹിറ്റാക്കി മാറ്റി. അത് മതി. ഞാൻ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പേരിൽ കേസെടുത്തോട്ടെ. എന്ത് പറ്റി? ആൾക്ക് ഇപ്പൊ പഴയ പോലെ പേടില്ലാണ്ടായോ? പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സഖാവ് രാജു അബ്രഹാമിന്റെ വികാരം ഇങ്ങനെ പൊട്ടിത്തെറിച്ചു. ആയ കുഴപ്പത്തിൽ അയ്യപ്പനെ പറ്റിയുള്ളൊരു ശരണമന്ത്രമാണ്. ആ ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പം വളരെ വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാർട്ടിക്കകത്തുള്ള സാധാരണക്കാർ ശബരിമലക്ക് പോകുന്ന ഏറ്റവും അധികം CPM-കാരാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനത്തിൽ പാർട്ടിക്കാരടക്കം ഉള്ള അയ്യപ്പ ഭക്തന്മാരും നേതാക്കന്മാരും കേൾക്കാതെ ഇതേ പാട്ട് തന്നെ മൂളിക്കൊണ്ട് നടക്കുക. ഇല്ല അതൊന്നും അംഗീകരിക്കുന്നതൊന്നുമല്ല. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ. ഈ പാട്ട് എഴുതിയവനെയാണോ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? പാടിയവനെയാണോ? അതോ അതിന് സംഗീത സംവിധാനം ചെയ്തവനെയാണോ? അത് റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോ ഉടമസ്ഥനെയാണോ? അതോ അതിങ്ങനെ ആവർത്തിച്ച് പാടുന്നത് നമ്മളെ പോലുള്ള ആൾക്കാരെയാണോ? ആരെയാണ് പൂട്ടാൻ പോകുന്നത് അറിയില്ല. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. അങ്ങനെ ഈ ഓരോ വോട്ടറുടെയും ചുണ്ടിൽ തത്തി കളിക്കുന്ന പാട്ടാണ്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. പോറ്റിയെ കേറ്റി സ്വർണം കെട്ടുന്നതാണ് പാട്ടിന്റെ അർത്ഥം. ഒരർത്ഥം പറച്ചിലുകാരൻ നടക്കണം. പലതും പാട്ട് വിമാന സമരത്തിനെല്ലാം പാടുണ്ടായിരുന്നു. ഈ അമ്മാവന് സംഭവം മനസ്സിലായില്ല. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. എന്താടാ കളിക്കേ? ഇത് കേൾക്കുമ്പോ മാർക്സിസ്റ്റുകാർക്ക് മാത്രമേ വികാരം വ്രണപ്പെടുകയുള്ളൂ. കാരണം അവര് കളവ് നടത്തിക്കൊണ്ടാണ്. കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ പോലും സഖാക്കൾ ഇത്രയും അസ്വസ്ഥരായിട്ടില്ല കേട്ടോ. ഇത്രയും അവരുടെ മനസ്സ് നീറിയിട്ടില്ല. അവർ പിടിച്ചു നിന്നു. എനിക്കിതിരി ദണ്ണുണ്ട്. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിനെതിരെ പരാതി. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു എന്നാണ് DGPക്ക് പരാതി. തോൽവി സഹിക്കാം, പക്ഷെ ശരണമന്ത്രം ദുരുപയോഗം ചെയ്യരുത്. ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് പരാതിക്കാർ. പാട്ട് പിൻവലിക്കണമെന്നും ആവശ്യം. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ.
ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. എത്ര സത്യസന്ധമായിട്ടുള്ള പാട്ടാണെന്ന് ആലോചിച്ചു. അതിന് പോലീസിൽ പരാതി കൊടുക്കുന്നു, സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നു, DGP അത് ADGPക്ക് കൈമാറുന്നു. ADGP ഇനി ത്വരിതഗതിയിൽ അന്വേഷണം നടത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകും. നല്ല രസമില്ലേ? ഇനി ആ പാട്ട് അത് കേൾക്കാനുള്ള കഴിവില്ല സത്യമായിട്ടും. നിങ്ങളുടെ മുഖം വികൃതമായതിന് ഈ പാട്ട് എഴുതിയവനോ സംഗീതം ചെയ്തവനോ പാട്ട് പാടിയവനോ ഒന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. പരസ്യമായിട്ട് പാടും ഞങ്ങളൊക്കെ. ആരാണോ നിരോധിച്ച് അവരുടെ മുമ്പിൽ തന്നെ പോയിട്ട് പാടും. അപ്പോൾ അത് കേൾക്കാൻ ക്ഷമയില്ലെങ്കിൽ വേഗം തന്നെ തീരുമാനം പിൻവലിക്കുക. നമുക്ക് ഭക്തിയുമായിട്ടോ ഭക്തരുമായിട്ടോ ക്ഷേത്രവുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ നമുക്ക് ആവശ്യമായ സാഹചര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ ആവശ്യമായ അളവിൽ അതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രയോജനമുണ്ടായി എന്ന് പറയാൻ കഴിയുന്നത്. എന്റെ ഉത്തരവാദിത്വം കുറെ കൂടി സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുക കക്ഷി. ഏത് മതത്തിന്റെ പ്രധാനപ്പെട്ട ഭക്തിഗാനങ്ങളെ സംബന്ധിച്ചും പാരഡികൾ പാടില്ല. അത് മതവികാരം വ്രണപ്പെടുത്താൻ ഇടവരുത്തുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഏതെങ്കിലും ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ഒക്കെ നിങ്ങളുടെ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്രണപ്പെടലുകൾ ഏതെങ്കിലും മൂലകളിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും താമസിക്കാതെ സഖാക്കളുടെ അടുത്തേക്ക് പോകുക. അവരെ സമീപിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉടൻ ഉണ്ടാകും. അത് അങ്ങനെയുള്ളത് സമൂഹത്തിൽ എന്ത് പ്രതികരണമാണ് സൃഷ്ടിക്കുക എന്നുള്ളത് അവർ പരിശോധിക്കട്ടെ. ഒരു മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഞങ്ങൾ എല്ലാ കാലങ്ങളിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളവരാണ്. പിന്നെ ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള വികാരം അയ്യപ്പ ഭക്തന്മാരുടെ ഇടയിലുണ്ട്, അല്ലാത്തവരുടെ ഇടയിലുണ്ട്. അപ്പൊ യുക്തിവാദികൾക്ക് പോലും പാടാവുന്ന അത്ര രസകരമായ ഒരു പാട്ടായിട്ട് ഇത് മാറി. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. ഇങ്ങനൊരു പാട്ട് കേട്ടിട്ട് RSSകാർക്കോ വിശ്വ ഹിന്ദു പരിഷത്തുകാർക്കോ BJPക്കാർക്കോ ആർക്കും വികാരത്തിന് യാതൊരു ഗുണം ഉണ്ടായില്ല. നേരെ കുറിച്ച് CPMകാർക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര പ്രയാസം. അതുപോലെ നമ്മുടെ പ്രഗത്ഭനായ രാജ്യസഭാംഗം ഇംഗ്ലീഷ് ഭാഷാ പാരംഗതനായിട്ടുള്ള ഡബിൾ റഹീം, പുള്ളിക്കും വലിയ വിഷമമൊന്നുമില്ല അയ്യപ്പസ്വാമിയെ ആക്ഷേപിച്ച്. ദൈവവുമായിട്ട് മാത്രമേ അവർക്ക് ബന്ധമില്ലാതെയുള്ളൂ, പക്ഷേ ഭക്തലക്ഷങ്ങളുടെ വോട്ടുമായിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയുക. എന്താ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണത്? ശബരിമലയിലെ അയ്യപ്പസ്വാമിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പാരഡി ഒരു കാരണവശാലും ഇറക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഏതറ്റം വരെയും കോൺഗ്രസും UDFും പോകും എന്നുള്ളതാണ്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ച് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങിയവർ എന്തുകൊണ്ട് ഈ ഒരു പാരഡിയിൽ കടിച്ചു തൂങ്ങി ഭക്തരുടെ വികാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു, വാചാലരാകുന്നു എന്നൊന്നും നിങ്ങൾ ഇത്തരണത്തിൽ ചോദിക്കരുത്. കാരണം അതിനൊന്നും മറുപടിയില്ല. അതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ ആരാധന നടത്തുവാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിന്റെ തോൽവിക്ക് തന്നെ ഒരു പാരഡി കാരണമാകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. ഇതേ അയ്യപ്പ ഭക്തി ഗാനം കൊണ്ട് പണ്ട് CPM ഒരു പാരഡി ഗാനം ഇറക്കിയിട്ടുണ്ട്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേ. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 11 വർഷം മുമ്പ് കരുണാകരൻ വാഹനത്തിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ടാണ്. അത് കൈരളി ചാനലിലൂടെയാണ് നമ്മൾ എല്ലാവരും കേട്ടത്. CPMന്റെ കൈരളിയിൽ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അപ്പോഴും എത്രത്തോളം നമ്മുടെ ഭക്തലക്ഷങ്ങളുടെ വൈകാരികതയെ സംരക്ഷിച്ചുകൊണ്ടാണ് ആ അയ്യപ്പ ഗാനത്തിന് പാരഡി അവർ തയ്യാറാക്കിയത്. അപ്പൊ നോക്കുമ്പോ ഇതൊക്കെ പറയുമ്പോ പഴയ കാര്യം കൂടെ ഓർക്കണം. മന്ത്രിക്കേറെ സ്പീഡിൽ പോണം, മന്ത്രിക്കാറ് ഫ്ലൈറ്റിന് തുല്യം, മന്ത്രിയെ പയ്യപ്പോ, മന്ത്രി സ്വൽപ്പം പയ്യപ്പോ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇപ്പൊ കരുണാകരനെ കളിയാക്കി, മര്യാദയ്ക്ക് നല്ല മുഖ്യമന്ത്രിയായിരുന്ന ഭക്തനായിരുന്ന K കരുണാകരനെ കളിയാക്കി അയ്യപ്പന്റെ ഭക്തിഗാനം ഉപയോഗിച്ചുകൊണ്ട് പാരഡി ഉണ്ടാക്കാം, ആ പാരഡി കൈരളിയിൽ അവതരിപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം അല്ലേ? സ്വർണം കട്ടവരെ കുറിച്ച് പാരഡി പാടില്ല. ഇത് എവിടത്തെ വാദമാണ് ഇത്? പറഞ്ഞിട്ടില്ല. അതേ പാറ്റേണിലാണ് ഈ ഗാനവും എഴുതി അവതരിപ്പിച്ചത്. പക്ഷെ സത്യം മാത്രം വിളിച്ചു പറയുന്ന, നീതി മാത്രം സംരക്ഷിക്കുന്ന, എപ്പോഴും നന്മയെ മാത്രം താങ്ങി താങ്ങി മടുത്തിരിക്കുന്ന കൈരളി ചാനലിലൂടെയാണ് മാലോകർ ആ ഗാനം കേട്ടത്. കൊള്ളാം. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന ആരാണ്? എന്നിട്ട് പാരഡിയായിട്ട് ഇറങ്ങിയേക്കാണ്. അതേ പാട്ടിലെ പാരഡി വെച്ച് K കരുണാകരനെ അധിക്ഷേപിച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല.
അല്ലേ? ന്യായം വേണ്ടേ? പക്ഷെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു കലാകാരനെ അംഗീകരിക്കുകയാണ്, കലയെ സംരക്ഷിക്കുകയാണ്. അവിടെ ഒരു കലാരൂപത്തിന് പിന്നിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുള്ളത്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട്. എല്ലാവർക്കെതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും. അത് വാസുവിനെയും മറ്റേ പത്മകുമാരനെ അധിക്ഷേപിച്ചപ്പോഴാണ് ഫീലിംഗ്. ലീഡർ കെ കരുണാകരനെ അധിക്ഷേപിക്കുമ്പോൾ ഒരു വിശ്വാസികൾക്ക് ഒരു പ്രശ്നമില്ല, അതേ ഗാനം വെച്ചു, സെയിം ഗാനം വെച്ചു. ഉള്ളത് പറയുമ്പോൾ ചിലർക്ക് തുള്ളല്, അസ്വസ്ഥത തുടങ്ങിയ പഴഞ്ചൊല്ലുകളൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കട്ട സ്വർണ്ണം എവിടെയാണെന്നോ ഈ ദൈവ തുല്യരൊക്കെ ഏത് മാളത്തിലാണെന്നോ തുടങ്ങിയ കാര്യങ്ങളും ഒന്നും ഈ സമയത്ത് നിങ്ങൾ ചോദിക്കരുത്. ആകെ ഇപ്പോ ഈ ഭക്തരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ആ പാരഡി ഗാനമാണ്. വിവാദം ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ പാട്ട് കൂടുതൽ പാടും, കേരളം മുഴുവൻ പാടാൻ പോവാണ് ഈ പാട്ട്. സത്യത്തിൽ അയ്യപ്പസ്വാമി ആക്ഷേപിച്ചത് ഈ സഖാക്കളാണ്. നമ്മുടെ പത്മകുമാറിനെ പോലെയുള്ള ആളുകൾ, സഖാവ് വാസുവിനെ പോലെയുള്ള ആളുകൾ, PS പ്രശാന്തിനെ പോലെയുള്ള ആളുകൾ, കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള. ഞാനോ? നീ തന്നെ. അയ്യോ, ഇതെന്ത് ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. അവരാണ് അയ്യപ്പനെ അവഹേളിച്ച് അയ്യപ്പന്റെ തിരുവാഭരണം പൊട്ടിച്ച് സ്വർണ്ണപ്പാളി ഇളക്കി കൊണ്ടുപോയതാരാണ്? മാർസിശിയരാണ്. അത് കേൾക്കുമ്പോഴാണ് ഇവർക്ക് പൊള്ളുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ഗാനം പാടി, പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ ഇത്രയും നൊന്തത്? ഇതൊരു തുടക്കം മാത്രമാണ്. തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ ആദ്യ കാരണമായിട്ട് കണ്ടെത്തിയത് ഞാൻ പറഞ്ഞില്ലേ, ഈ പാരഡിയാണ്. പാരഡിക്കെതിരെ നിയമ നടപടി ഇപ്പോൾ ഉണ്ടാകുകയാണ്. ഇവർ ഈ പറയുന്നതൊക്കെ നേരാണോ? ഇപ്പൊ വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. ചേട്ടൻ വിഷമിക്കണ്ട ചേട്ടാ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവരെന്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു എന്ന് വി ഭാസ്കരൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞത്? ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി എതിർ പാർട്ടിക്കാർ കൃത്യമായിട്ട് പ്രചാരണം നടത്തി, അപ്പൊ ഫ്ലെക്സുകളൊക്കെ കൃത്യമായിട്ട് അവർ ഒട്ടിച്ചിരുന്നു. അപ്പോൾ ഫ്ലെക്സുകളെ ആ ചുമരിലൊക്കെ ഒട്ടാൻ സഹായിച്ച പശ, അതിനെതിരെയാണ് ഇനി അടുത്ത കേസ് വരുന്നത്. ഇതാ അവന്റെ ഒരു കളി, ഇതിനെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വന്ന അന്നേ തുടങ്ങി. മൈദാമാവാണെങ്കിലും ഫെവിക്കോൾ ആണെങ്കിലും ആ പശ ഏത് ലെവലിൽ സമൂഹത്തിൽ ജീവിക്കുന്ന പശയാണെങ്കിലും അതിനെ വെറുതെ വിടുന്ന ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. തെറ്റ് ചെയ്തവരാരാണെങ്കിലും ഇവരുടെ പരാജയത്തിന് കാരണക്കാരായവരാരൊക്കെയാണോ, അതിപ്പോ ഫ്ലെക്സ് ആണെങ്കിലും പേപ്പർ ആണെങ്കിലും പശയാണെങ്കിലും വടിയാണെങ്കിലും കൊടിയാണെങ്കിലും അതിനെ എല്ലാം പിടിച്ചകത്തിടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ അപ്പോസലന്മാരായിട്ട് ഭാവിക്കുന്ന നമ്മുടെ പിണറായി സർക്കാരും പിണറായിസ്റ്റ് പാർട്ടിക്കും ഇതിനേക്കാൾ വലിയ മണ്ടത്തരങ്ങളും ചെയ്യാൻ കഴിയും. അവരൊക്കെ ചെയ്ത് തെളിയിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി എന്ന് മാത്രമേ പറയാറുള്ളൂ. സ്വർണം കൊണ്ടുപോയെന്ന് കോടതി നിരീക്ഷിച്ച് കഴിഞ്ഞിട്ട് കുറെ ദിവസങ്ങളായി. പക്ഷേ ഇതുവരെയും അത് സ്വർണം അവിടെ നിന്ന് പോയിട്ടില്ല, അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട് എന്നാണ് സഖാക്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ വേദനിച്ചത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തതിലാണ്. ആ സ്വർണം കവർന്നെടുത്ത ആളുകളെ CPM സംരക്ഷിക്കുകയാണ്. കാരണം അവര് വേറെ നേതാക്കന്മാരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നേരത്തെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അയ്യപ്പനോട് സ്നേഹം ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്ന രണ്ടുപേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. നടപടിയെടുത്താൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ അവര് വേറെ നേതാക്കന്മാരുടെ പേര് പറയും എന്നുള്ള പേടിയാണ്. സഖാവ് പിണറായി വിജയന് ചുണയുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ പത്മകുമാറിന്റെ പേരിൽ നടപടി എടുക്കുക, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. അതുപോലെ ഈ കൊള്ളയ്ക്ക് ചൂട്ടുപിടിച്ച സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ, അയാളുടെ പേരിൽ നടപടി എടുക്കുക. എന്നിട്ട് ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരോട് മാപ്പ് പറയും. ഗോവിന്ദന്മാരുടെ നടപടി എടുക്കില്ലെന്നാണ് ഉറച്ച തീരുമാനമാണ്. അപ്പൊ പിന്നെ എന്നാ ചെയ്യാനാ? ഈ ജാതി നമ്പറുകൾ കൊണ്ട് ഇനിയും കേരളത്തിലുള്ളവരെ പറ്റിക്കാം എന്നൊക്കെ വിചാരിച്ചാൽ സഖാവി ഇതൊന്നും ഇവിടെ കൊണ്ട് തീരൂല. ഇനി 3 മാസം കഴിയുമ്പോൾ ഓരോ ഇലക്ഷൻ കൂടി വരുന്നുണ്ട്. ബാക്കി കൂടെ വനം അനുഭവിക്കേണ്ടി വരും. ജനങ്ങൾ അവരുടെ വലത്തെ കൈയിന്റെ ചൂണ്ടാണി വിരൽ ചൂണ്ടി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇലക്ട്രോണിക് യന്ത്രം മുമ്പിൽ വെക്കേണ്ട താമസമുള്ളൂ, ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളൂ.